ഒരു അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, മണ്ണ് മാഫിയകൾക്ക് വേണ്ടിയിട്ട്, മദ്യമാഫിയകൾക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിലൊക്കെ നട്ടല് പണയം വെച്ചിട്ടുള്ള അധികാരി വർഗത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തൃത്താല പഞ്ചായത്തിന് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവുമായിട്ട് വന്നിട്ടുള്ളത്. CIയുടെ അടുത്ത് നമ്മൾ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് CI പറഞ്ഞത് 2.5 മണിക്കൂറിന് ശേഷം ഈ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തന്നെ ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തു തരുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദിവസങ്ങൾ ഇത്രയായിട്ടും ആ മാലിന്യങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് നീക്കാതെ വളരെ രൂക്ഷമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മുടവന്നൂർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് യാതൊരു തരത്തിലും BJP ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള കള്ളുമാഫിയകളെ, മദ്യമാഫിയകളെ സംരക്ഷിക്കുന്നവരാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ പഞ്ചായത്തിന്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ നടപടിയെടുക്കാൻ വേണ്ടി സാധിക്കുക? തൃത്താല പഞ്ചായത്തിൽ തന്നെ പട്ടാമ്പിയിലേക്ക് പോകുന്ന റോഡിന്റെ അരികിൽ ഒരു മദ്യഷാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മദ്യഷാപ്പിനെതിരെ, ആ ജനവാസ കേന്ദ്രത്തിൽ മദ്യഷാപ്പ് കൊണ്ടുവന്നപ്പോ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം തന്നെ ആ മദ്യഷാപ്പിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റധികാരികളുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള നടപടിയും അതിനെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത്തരത്തില് ഈ മാഫിയകളെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് കൊടപിടിക്കുന്നവരാണ് CPMന്റെ നേതാക്കന്മാരെ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടും ഈ MLAയുടെ ഭാഗത്തുനിന്ന് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലുമുള്ള ഒരു മനോഭാവം അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ ഈ 1 വർഷത്തെ ഭരണം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം മാഫിയകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വരാൻ പോകുന്ന ജൂലൈ 1 തീയതി ഇവിടെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്, ഒരു മദ്യനയം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അടച്ചിട്ടുള്ള മുഴുവൻ ബാറുകളും തുറക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അവര് ഇലക്ഷന് മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ, ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ വൻ മാഫിയകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജിഷ്ണു പ്രാണവി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തകൻ, ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട സാഹചര്യത്തിൽ, അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരെ നടപടിയെടുക്കണം, അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജിഷ്ണു പ്രാണോയുടെ അമ്മ സമരം ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോ അവരെ അടക്കം ചവിട്ടി മെതിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്, കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത്തരത്തില് അമ്മമാരെ പോലും വെറുതെ വിടാത്ത ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ യാതൊരു തരത്തിലുള്ള നീതിയും ഇത്തരം സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നമുക്കൊരു MLA ഉണ്ട് തൃത്താലില്. മുടവന്നൂരിലെ ലോഡ് കണക്കിന് മാലിന്യം മുടവന്നൂർത്ത് കൊണ്ടുവന്ന് തള്ളിയപ്പോ അവിടേക്ക് ഒത്തിരി സാധിക്കാത്തില്ല. കഴിഞ്ഞ ദിവസം ഗോവിന്ദപുരത്ത് ഒരു കോളനിയില് അവിടെ ദളിതന്മാര് ഐക്യത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ BJP ഒരു ദളിത സ്ത്രീയെ, ഒരു യുവാക്കളെ വലിയ വലിയ മാധ്യമങ്ങൾ പോകുന്നത്. രണ്ട് കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് MLA വരാതിരിക്കാനുണ്ടായ കാരണം. ഒന്ന്,
കാരണമാണ് നിന്ന് പോലും ഒരു എടുക്കാൻ വേണ്ടിയിട്ട് തൃത്താല പഞ്ചായത്തുകൾ തയ്യാറാതു. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ ഈ പ്രതിഷേധത്തുണ്ടാകുമെന്ന് മാത്രം സംഭവിക്കുന്നു. ഈ